ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞു കൃഷികളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇത് ചാക്കിനകത്ത് നട്ട ഒരു ചേനയാണ് കേട്ടോ. കുഞ്ഞു ചേനയായിരുന്നു. അത് ഇലയൊക്കെ വിരിഞ്ഞിപ്പോൾ ഇത്രയായിട്ടുണ്ട്. പിന്നെ ഇത് തക്കാളി. ഇത് നാടൻ തക്കാളിയാണ്. നാടൻ തക്കാളിയുടെ ഒപ്പം തന്നെ ഒരു വഴുതന. അതിൽ 2 കായ ഉണ്ടായിരുന്നു, അത് പറിച്ചു. പച്ച വഴുതനങ്ങില്ലേ സാധാ, അത്. പിന്നെ തക്കാളി പൂവിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് പച്ചമുളക്. പിന്നെ ഇത് നമ്മളിങ്ങനെ വെള്ളരിക്ക പോലത്തെ ഒരു സാധനം, അതിൻ്റെ വിത്തിട്ടതാണ്. മധുരമുള്ളത്, തിന്നുന്ന സാധനം, കറി വെക്കുന്നതല്ല. അപ്പം അതിൻ്റെ വിത്തിട്ടാണ്, പൂ ഉണ്ടാകുന്നുണ്ട്. അപ്പുറത്ത് ചെടിയിലൊരു കായ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒത്തിരി നീളില്ല എന്ന് തോന്നുന്നു, അറിയത്തില്ല ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ പേരും അറിയത്തില്ല. ഇതൊരു സമ്മ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. പിന്നെ ഇത് കുപ്പി മത്തങ്ങ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ആൻറ്റി തന്ന വിത്താണിത്. ഈ വിത്ത് അത് വള്ളി നീണ്ട് ഇടയ്ക്ക് കയറുന്നുണ്ട്. ഇത് പാഷൻ ഫ്രൂട്ടാണ്. 1 വർഷമായി, 1 വർഷം മിച്ചമായി. ഇത് വയലറ്റ് പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ കായ്ച്ച് കിടക്കുന്നുണ്ട്. പക്ഷെ ഇതിലെന്തോ ഈച്ച കുത്തിയിട്ട് ഇത് മുഴുവൻ ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ എന്തോ പോലെ ഉള്ളിലിങ്ങനെ തടിപ്പ് പോലെ തോന്നുന്നു. കണ്ടോ, കുറേ കാഴ്ച കിടപ്പുണ്ട്. ഇതുണ്ടോ, ഇതിവിടെ എല്ലാം ഉണ്ട് ഇങ്ങനെ. ഇതിൻ്റെ കൂടെ മത്തൻ കയറിയിട്ടുണ്ടായിരുന്നു, കുമ്പളം കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വള്ളിയെല്ലാം കരിഞ്ഞു പോയി. പിന്നെ ഉള്ളത് ഇത് മരവെണ്ട എന്ന് പറഞ്ഞാണ്. ഇത് ഉണങ്ങി പോയിട്ടോ. ഇതിൻ്റെ വിത്ത് ഇപ്പം ഇഷ്ടംപോലെ ഉണ്ടായി വരുന്നുണ്ട്. അല്ല, പാഷൻ ഫ്രൂട്ട്. പിന്നെ അടുത്തത് കാണിക്കാനുള്ളത്, ഇതിവിടെ എന്ത് ചെയ്താലും ഈ സംഭവം, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. ഇതാവില്ലായിരുന്നു. പക്ഷേ ഇത് ബക്കറ്റിനകത്ത് വെച്ച് ഇതിപ്പോൾ ഏകദേശം പൊന്തി ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നല്ലപോലെ ഈ ബക്കറ്റ് നിറച്ച് ആക്കിയെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി ഇത് കവറിനകത്തുണ്ട്. ഇനി അപ്പുറത്തുണ്ട്. ഇനി ഇത് മുളക്. ഇതുണ്ടോ, മുളക് ഇങ്ങനെ അത് കായ്ച്ചു, കുറേ പറിച്ചു. പിഞ്ചാമ്പ് തന്നെ പറിക്കും. പിന്നെ ഇപ്പം നിർത്തിയേക്കുവാണ്, എവിടം വരെ ആകുന്നത്. ഇത് ഇവിടെ എല്ലാം വഴുതനങ്ങയുണ്ട്. ഇത് ബജിമുളകില്ലേ, അതാണ്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ വിത്താണ്. അപ്പോൾ അത് സാധാ മുളകാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത് ബജിമുളകാണ്, ഒട്ടും എരിവില്ല. ഇതുണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ കുരഞ്ഞു നിൽക്കുന്നു. വളഞ്ഞും തിരിഞ്ഞൊക്കെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഇത് ആ ചീര ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, അത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുമ്പളം കയറിയിട്ടുണ്ട്. പിന്നെ ഇത് അവാക്കാഡ, അത് ആദ്യമായിട്ട് കായ്ക്കുന്നതാണ്. അതിലാണ് കഴിഞ്ഞ ദിവസം മഴയത്ത് ഒരു കമ്പ് വന്ന്, വലിയൊരു കമ്പ് വന്ന് വീണിട്ട് ഇതെല്ലാം അമങ്ങിപ്പോയായിരുന്നു. ഇപ്പോൾ അതെല്ലാം വെട്ടിക്കളഞ്ഞു. പിന്നെ ഇത് ഞാൻ വേറൊരു ഐഡിയ ചെയ്തത് എന്താണെന്നറിയാമോ? ഇവിടെ കാണാനൊന്നുമില്ല, ആ മരം വീണിട്ട് അതിൻ്റെ ഇലയെല്ലാം ഒന്ന് ഇതായേക്കുക. ഞാൻ ചാക്കിനകത്ത് കണ്ടോ കാച്ചിൽ നട്ടേക്കുന്ന ചെറിയ കണങ്ങുകളില്ലേ കാച്ചിലിൻ്റെ, അത് ഞാൻ നല്ലപോലെ ചാണകം നിറച്ച് കാച്ചിൽ ഇതിനകത്ത് നട്ടേക്കുവാണ്. ഇതിൻ്റെ ഒരു നടന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇട്ടില്ല. ഇതുണ്ടോ കാച്ചിൽ ഇതെങ്ങനെയാകുമെന്നുള്ളത് പിന്നീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്തോരം ചാക്കിനകത്ത് വലുതാകുമെന്നുള്ളത്. അങ്ങനെ പിന്നെ ഇങ്ങോട്ട് വന്നാൽ വാ സിയാനിങ്ങ് വാ, ഓടി വായോ, വാ ഇങ്ങോട്ട് പോരെ. പിന്നെ ഇതിൻ്റെ ഒപ്പം ഈ വളമൊക്കെ ചെല്ലുന്നതുകൊണ്ടായിരിക്കും ഒരു കുഞ്ഞ് പേര നിന്നാണ് പേരത്തയ്യ. അത് വളർന്ന് ഇത്രയായിട്ടുണ്ട്. വലിയ പേരയ്ക്കാണോ ചെറിയ പേരയ്ക്കാണോ എന്നറിയില്ല. ഇതേ വഴുതനങ്ങ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നു. ഇനി ഇത് കണ്ടോ മുളക്, ഇവിടെ എല്ലാം ഇങ്ങനെ കവറിനകത്ത് മുളക് പാകിയേക്കും കേട്ടോ. ഇത് മുളക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ടായി വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് മുളക്. പിന്നെ ഇത് എൻ്റെ മമ്മി പണ്ടൊരു ദിവസം ഒരു മുള്ളാത്ത മേടിച്ചുകൊണ്ട് വന്ന കടയിൽ നിന്ന്, അതിൻ്റെ വിത്തിട്ടിട്ട് 2 തൈ ഉണ്ടായി. ആ തൈ നട്ട് ഈ
പച്ചക്കറിക്കൊക്കെ വളം ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒപ്പം ഇതും കയറി ഇത്രയായി. എന്നേക്കാളും പൊക്കമായി കേട്ടോ. ഇത് ഉടനെ കായ്ക്കുമോ എനിക്കറിയില്ല എപ്പോഴാണ് കായ്ക്കുന്നതെന്നുള്ളത്. ഇത് ഇതെല്ലാം മുളക്. പിന്നെ ഇതൊക്കെ മുളകാണ്. ഇതെല്ലാം മുളകാണ്. ഇവിടെ മുളക്, ഇതൊക്കെ മുളകാണ്. പച്ചമുളക് കണ്ടോ. ഒരാൾ കണ്ടോ മുളക് പറിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് വിളവെടുപ്പ് നടത്തും. പിഞ്ചെല്ലാം പറിച്ച് താഴെയിടും. ഇനി ഇത് കണ്ടോ വെള്ള വഴുതനങ്ങ. ഇത് ഓൺലൈനിൽ എത്തിയതാണ് കേട്ടോ. ഇത് വെള്ള വഴുതനങ്ങ. ഇതെവിടെയൊക്കെ ഉണ്ട്. ഇതൊരു പൂ കണ്ടോ ഇങ്ങനെ. പിന്നെ ഉണ്ട് വെള്ള വഴുതനങ്ങ. നീളമുള്ള വഴുതനങ്ങ വെള്ള ഉണ്ടോ. ഇവിടെ അതെ വെള്ള വഴുതനങ്ങ നീളമുള്ളത് എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ വെള്ള വഴുതനങ്ങ. എൻ്റെ വിത്ത് കുറേ പേര് ചോദിച്ചിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇതെന്താണെന്ന് പറയാമോ? ഇതാണ് ക്യാരറ്റ്. ഇത് റെഡ് ക്യാരറ്റാണ്. റെഡ് ക്യാരറ്റിൻ്റെ പൂവ്. ഇത് കുറച്ച് പൂവ് വിരിഞ്ഞത് വിത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ചാക്കിൽ നട്ടിട്ടൊന്നും ആകുന്നില്ല. അതിൻ്റെ അടിയിൽ കിഴങ്ങില്ല. കാരണം ഈ ചരൽ മണ്ണ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ വയലിൽ നട്ടാൽ നല്ലപോലെ ആകും തോന്നുന്നു. ചാച്ചൻ നല്ല കൃഷിക്കാരനാണ്. വയലുണ്ട്, നമുക്ക് കൃഷി ചെയ്യാൻ വയലുണ്ട്. അപ്പോൾ വയലിൽ നട്ടാൽ ചിലപ്പോൾ ആകുമായിരിക്കും. അപ്പോൾ അതിൻ്റെ തൈ കുറച്ച് മുളപ്പിച്ചത് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ തൈ കൊണ്ട് വയലിൽ നട്ടാൽ ചിലപ്പോൾ നല്ലപോലെ ആകുമായിരിക്കും. കാരണം വയലിൽ മണലുള്ള മണ്ണാണല്ലോ. അപ്പോൾ അതിൽ വളവും കൂടെ ചേർത്ത് നട്ടാൽ ചിലപ്പോൾ ആകുമായിരിക്കും. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്, മണൽ മിക്സ് ചെയ്ത് ചാണകം കൂട്ടി മിക്സ് ചെയ്ത് ഇവിടെ നട്ടാലാകുമോ എന്ന്. അതൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല എങ്ങനെയാണ്. പിന്നെ അത് ഇവിടെ തക്കാളി കയറി വരുന്നു. പിന്നെ ഇത് പയറ്, ഈ തക്കാളി. പിന്നെ ഇവിടെ ഇത് മണിത്തക്കാളി എന്ന് പറയും കേട്ടോ. ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇവിടെ മത്തൻ കയറി വരുന്നുണ്ട്. മത്തൻ കയറി വരുന്നുണ്ട്. മത്തങ്ങ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് പറിച്ചു. പിന്നെ ഇത് ഇവിടെയൊക്കെ മണിത്തക്കാളി ഉണ്ട്. പിന്നെ സാധാ തക്കാളി ഉണ്ട്. ഉണ്ടോ ഈ മണിത്തക്കാളിക്ക് പഴുത്ത് നിൽക്കുന്നത്. ഞാൻ ആദ്യം പച്ചയ്ക്ക് മണിത്തക്കാളി പറിച്ച് കറി വെക്കുമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി അതിനേക്കാൾ നല്ലത് പഴുത്ത് പറിക്കുന്നതാണെന്ന്. ഇതുണ്ടോ, ഇത് സാധാ തക്കാളി. പിന്നെ മണിത്തക്കാളി കൊലത്തക്കാളി എന്നൊക്കെ പറയും. കൊലത്തക്കാളി എന്നത് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയാന്ന് ഞാൻ പറയാം. ഇത് കണ്ടോ, ഇതൊരു മുരിങ്ങയാണ്. ഈ മുരിങ്ങ എനിക്ക് ഫേസ്ബുക്കിൽ പരസ്യം കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഫേസ്ബുക്കിൽ ഇങ്ങനെ പരസ്യം കണ്ട് ഓർഡർ ചെയ്ത് ചെടി മുരിങ്ങ എന്നും പറഞ്ഞാൽ അതിൻ്റെ വിത്ത് ഞാൻ ഓർഡർ ചെയ്തത്. അതിൻ്റെ ഒപ്പം ചീര വിത്തും പിന്നെ ഈ മണിത്തക്കാളിയുടെ വിത്തുമാണ് അതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് കിട്ടിയത്. അങ്ങനെ പോസ്റ്റ് വഴി ഇത് വന്ന് 300 രൂപയായിട്ടോ. പോസ്റ്റ് വഴി ഇത് വന്ന് ഇത് ഈ ചെടി മുരിങ്ങയാണെന്ന് പറഞ്ഞിട്ട് ഇതിന് ഇത്രയും പൊക്കം വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇതിന് വേറെ വല്ല എന്തെങ്കിലും ചെയ്യണമെന്നും എനിക്കറിയില്ല. ഏതായാലും ഇത് ഇത്രയും പൊക്കമായിട്ടുണ്ട്. ഇതിന് ഇലയൊന്നും പറിച്ചില്ല. പക്ഷേ അടുത്തുള്ളവർ 2-3 പേര് ഇല പറിച്ചുകൊണ്ട് പോയി. ഞാൻ ഇതുവരെ പറിച്ചിട്ടില്ല. അങ്ങനെ ഇത് മണിത്തക്കാളി. പിന്നെ ഇത് ഒരു തരം ബീൻസ്. ഈ ബീൻസിൻ്റെ പേരറിയോ? പേർഷ്യൻ ബീൻസ് അങ്ങനെ എങ്ങാണ്ടാണ് ഇതിൻ്റെ പേര്. ഇതിവിടെ കുമ്പളം കയറി വരുന്നുണ്ട്. ഇനി ഈ ബീൻസ് ഈ ഒരൊറ്റ ചോട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ചോടിങ്ങനെ പടർന്ന് ഇത്ര ഇങ്ങനെ ആയിട്ടുണ്ട്. കുറേ ബീൻസ് കിട്ടി. അതിൽ ഒന്നിച്ച് കറി വെക്കാമെന്ന് ഓർത്തുകൊണ്ട് ഒന്നിച്ചെടുത്ത് വച്ചേക്കുവാ. പിന്നെ ഇതിൻ്റെ അനിയത്തിയുടെ അടുത്തുനിന്ന് കൊണ്ടുവന്ന് വയലറ്റ് വഴുതനയുടെ തൈ. അത് ഇതുവരെ നട്ടിട്ടില്ല. പിന്നെ അവളുടെ അടുത്തുനിന്ന് തന്നെ കൊണ്ടുവന്ന് വലിയ പേരക്കയുടെ ഒരു തൈയാണ്. അത് മമ്മി ഇങ്ങനെ 2 കവറിലാക്കി തന്നു. 2 ആഴ്ചയായിട്ട് ഇതിങ്ങനെ ഇരിക്കുക. ഞാനൊന്നും ചെയ്തില്ല. നട്ട് വെക്കണം. ഇത് കണ്ടോ കായ ഉണ്ടായി നിൽക്കുന്നത്. ചെറിയ തൈയാണ്, അതിൽ കായ ഉണ്ടായി നിൽക്കുക. ഞാൻ ഈ ചെടികളൊക്കെ ചെയ്തേക്കുന്ന ചാക്കിനകത്ത് ചാണകം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് ചെടിക്ക് വേണ്ടി ഞാൻ ചെയ്ത ചാക്കായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ചെടീനേക്കാൾ നല്ലത് പച്ചക്കറിയാണെന്ന്. അങ്ങനെ ഞാൻ ചെറിയ പച്ചക്കറി കൃഷി ഇങ്ങനെ ചെയ്യണം. പിള്ളേരെ വെച്ച് ഞാനങ്ങനെ ചെയ്യും, പരമാവധി ചെയ്യാൻ നോക്കും. ഇതുണ്ടോ തക്കാളിക്ക് പഴുത്ത് നിൽക്കുന്നത്. നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് പറിക്കാമെന്ന് വിചാരിച്ചാണ്. കണ്ടോ മണിത്തക്കാളി. എനിക്ക് മണിത്തക്കാളിന്ന് ആദ്യം പേരറിയത്തില്ലായിരുന്നു. കൊലത്തക്കാളി എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീടാണ് എനിക്ക് ഈ പേര് കിട്ടിയത്, മണിത്തക്കാളി. ഇതുണ്ടോ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഇതിങ്ങനെ
ദൂരെ നിന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ പന്തലിട്ട് കൊടുത്തേക്കുവാണ് വല. ആ വലയുടെ മുകളിൽ ഇങ്ങനെ കയറി കിടക്കുക. ഇതുണ്ട, ഇങ്ങനെ വലയുടെ മുകളിൽ ഇങ്ങനെ കയറി കിടക്കുന്ന ഇതുണ്ട്. ഉണ്ടോ ഉണ്ട് ഉണ്ട്. എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാമോ ഇതിങ്ങനെ കാണുമ്പോൾ, ഇങ്ങനെ കാഴ്ച കിടക്കുന്ന കാണുമ്പോൾ, പഴുത്ത് കിടക്കുന്ന കാണുമ്പോൾ. ഇവിടെ ഉണ്ട് വഴുതനയുണ്ട്, പയറുണ്ട്, അത്യാവശ്യം ചെറിയ ചെറിയ. പിന്നെ ഇത് പനിക്കൂർക്ക, ചെറിയ തണ്ടുണ്ടായിരുന്നുള്ളൂ. ഇതിങ്ങനെ 2 വലിയ പ്ലാസ്റ്റിക് കൊട്ടയ്ക്കകത്ത് ഇങ്ങനെ, പച്ചക്കറി കൊട്ടയില്ലേ, അതിനകത്ത് ഇങ്ങനെ ആക്കി നട്ടപ്പം അത് ഇഷ്ടം പോലെ ആയി. പിന്നീട് ഒരു പാവൽ കയറി വരുന്നുണ്ട്. തനിയെ മുളച്ചതാട്ടോ. അതിനെ ഇങ്ങനെ കയറ്റി കൊണ്ടുവരാൻ നോക്കുക. പിന്നെ ഇവിടെ ഇതെന്താ പേര് ഞാൻ വിട്ടുപോയല്ലോ. ഇത്ര നേരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ചൊരക്കയാണ്. അത് വള്ളി നീളാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെന്താ ഇവിടെ വീണ്ടും പനിക്കൂർക്ക. പിന്നെ ഇത് ഞാൻ കൊട്ടയ്ക്കകത്ത് 2-3 ഇത് എന്നതാ ചീനിപ്പടലം നട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഇതുണ്ട്, മുള്ളാത്തയുടെ തൈ. അത്യാവശ്യം ചീരയുണ്ട്. ഇതാണ് മരവെണ്ടയുടെ തൈ. ഇത് പറിച്ച് നടണം ഇനി അങ്ങോട്ടെങ്കിലും. പിന്നെ ഇത് കണ്ടോ, ഇത് കോവലാണേ. ഇത് വലിയ കോവയ്ക്ക കേട്ടോ. ഇതുണ്ടോ, വലിയ കോവയ്ക്ക. ഇതുണ്ട് ഇങ്ങനെ നല്ല വലിപ്പമുണ്ട്. നമ്മുടെ വിരലിനേക്കാളൊക്കെ വലിപ്പമുള്ള വലിയ കോവയ്ക്ക. ഇതിപ്പോൾ ഒരു കോവൽ കായ്ച്ച് അത് കഴിഞ്ഞ് അതെല്ലാം ഇലയെല്ലാം ഉണങ്ങി അടുത്ത് തളിർത്ത് വീണ്ടും കയറിയതാണ്. ഇത് അടുത്തൊരു വീട്ടിൽ ചേട്ടൻ തന്നതാണ്. ഇവിടെ ആദ്യം നട്ട് പിടിച്ചില്ല. അടുത്തൊരു വീട്ടിൽ ചേട്ടൻ തന്നു. ഞാനതുകൊണ്ട് ചാക്കിനകത്ത് വെച്ച് ഇങ്ങനെ സംരക്ഷിച്ച് അതിനകത്ത് നീണ്ടപ്പോൾ ചാക്കോടുകൂടി കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ അടി കീറി മണ്ണിൽ കുഴിച്ചിട്ടതാണ്. അങ്ങനെ അതിൽ കായായി കുറേ കായ പറിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല കാവയ്ക്കാനോട്. പിന്നെ കടയിൽ വല്ലപ്പോഴും ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കടയിൽ ഇത് വിൽക്കും. ഇതുണ്ടോ, നല്ല വലിപ്പമുണ്ട് ഇതിന്. നോക്കിയേ, ഇതുണ്ടോ, ഇതിൽ കാണുന്നതിനേക്കാളും വലിപ്പമുണ്ട്. കണ്ടോ, ഇവിടെ എല്ലാം കോവയ്ക്കുണ്ട്. നല്ല കോവയ്ക്ക ഉണ്ടോ ഇറക്കുന്നു. ഇത് ഇവിടെ എല്ലാം കാപ്പിയിലേക്കെല്ലാം പടർന്ന് കയറി പോവുക. ഇവിടെ വലയിട്ട് കൊടുത്തേക്കുവാണ്. ഇതിനിടയ്ക്ക് ഈ പയർ കയറി വരുന്നുണ്ട്. ഈ പയറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നല്ലൊരു പേരാണ്, നല്ലൊരു പയറാണ്. നീളമുള്ള 18 മണി ഉള്ള പയറാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം അമരപ്പയർ കയറി വരുന്നുണ്ട്. അമരപ്പയർ കാണിച്ചു തരാം. അമരപ്പയർ ഇതിൻ്റെ ഒപ്പം അമരപ്പയർ കയറി കോവലിനെ അമക്കിക്കൊണ്ടിരിക്കുകയാണ്. അമരപ്പയർ ഇതിൻ്റെ കോവയ്ക്ക ഉണ്ടായി കിടക്കുന്നത്. ഇതിൻ്റെ കോവയ്ക്ക ഇത് അമരപ്പയർ. ഇത് അമരപ്പയറല്ലേ? അമരപ്പയർ എന്നാണ് ഞാൻ പറയുന്നത്. എനിക്കറിയത്തില്ല യഥാർത്ഥ പേരെന്താണെന്ന്. അത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അമരപ്പയർ. പിന്നെ അതിനിടയ്ക്ക് മണിത്തക്കാളി. ഒറ്റ ചോടേ പിടിച്ചിരുന്നുള്ളൂ. കോഴിയെല്ലാം കൊത്തി തിന്ന് അവസാനം ആ ചോട് വളർന്ന കായായി കഴിഞ്ഞാൽ അത് പലയിടത്തും പിടിപ്പിച്ച് ഇപ്പം അത്യാവശ്യം തൈകളുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ കറിവേപ്പ് ഇത്രയായി കേട്ടോ. കറിവേപ്പ് ഇവിടെ പിടിക്കുകയേ ഇല്ല. അപ്പം എനിക്കൊരു വാശി പിടിപ്പിക്കണമെന്ന്. അങ്ങനെ ഞാൻ ആൻറ്റിയുടെ അടുത്തുനിന്ന് ഒരു കറിവേപ്പൻ തൈ കൊണ്ടുവന്ന് ആരും കാണാതെ ചാക്കിനകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ആരെക്കൊണ്ടും തൊടിയിക്കില്ല. ഇല പറിക്കാൻ വന്നാൽ എൻ്റെ ഹസ്ബൻഡും ആരും ഇല പറിക്കാൻ വന്നാൽ ഞാൻ സമ്മതിക്കില്ല, ഞാൻ കൊടുക്കൂല. ഞാൻ തുടരുന്ന് പറയും. ഒരു പൊക്കം ആകുന്നോടം വരെ തുടരുത് എന്ന് പറഞ്ഞ് ഞാൻ ചാക്കിനകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. ഇതിങ്ങനെ ഇത്രയായിട്ടുണ്ട്. നമ്മുടെ ഒരു അരയാൾ പൊക്കമായി കഴിയുമ്പോൾ ഇല പറിക്കുന്നതല്ലേ നല്ലത്. ഇവിടെയുണ്ട് കേട്ടോ തക്കാളി. ഇവിടെയും തക്കാളിയുണ്ട്. പിന്നെ വേണ്ട, നമ്മുടെ കുഞ്ഞാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് കോവയ്ക്ക കിടക്കുന്നുണ്ടോ. ഇതാ കോവയ്ക്ക അതാ കോവയ്ക്ക ഞാൻ പറിച്ചില്ല.